ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇപ്പോൾ രാവിലെ 7 മണിക്കാണ് ഞാൻ എണീറ്റത്. എണീറ്റപ്പോഴേക്കും വേദുവിൻ്റെ അടുത്ത് ആൾക്കൊരു ഉമ്മ കൊടുത്തു. പിന്നെ നേരെ ഫ്രഷ് ആകാൻ പോയിട്ടോ. ഞാൻ ഫ്രഷായി വന്നിട്ട് അച്ചു എണീറ്റില്ല, കാരണം അവൾക്ക് താമസിച്ചു പോയാൽ മതി. കൈ കിട്ടിയ ഷർട്ട് എടുത്ത് തേച്ച് മിനിക്ക് എടുക്കുന്നുണ്ട്. ഇതിട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടിയുള്ള ലുക്കാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നമ്മൾ നേരെ സെറ്റാക്കി എടുത്ത് വെച്ചിരുന്നു. അതെല്ലാം എടുത്ത് ബാഗിലേക്ക് വെച്ചു. അങ്ങനെ റെഡിയായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേദു എണീറ്റിട്ടുണ്ട്. അവളെ എടുത്ത് അവൾക്ക് കുറച്ച് ഉമ്മയെ കൊടുത്തു. കാരണം ഞാൻ പോകുന്നതിന് മുമ്പ് അവൾ ഉറങ്ങുവാണെങ്കിലും അവളെ എണീപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പോകത്തുള്ളേ. അങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി, ലിഫ്റ്റിലിറങ്ങി 8 മണിയായപ്പോഴാണ് ഇറങ്ങുന്നത്. ഞാൻ താമസിക്കുന്നത് ഷാബിയ 10-ലാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടിയും വരുന്നത്. അപ്പോൾ നേരെ സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. സ്റ്റോപ്പിൽ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല ചൂടായതുകൊണ്ട് രക്ഷയില്ലായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറി നേരെ ഇരുന്ന് ഉറങ്ങുവാണ്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്തേക്ക് കുറച്ച് ദൂരം ഉള്ളെങ്കിലും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന വണ്ടി ഇരുന്ന് ഉറങ്ങുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ കറക്റ്റ് 9 മണിയായപ്പോഴേക്കും ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എത്തിയേ. പഞ്ച് ചെയ്തതിന് ശേഷം നേരെ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും സാമ്പാറുമായിരുന്നു. അതും ചായയും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ വർക്ക് തുടങ്ങി കഴിഞ്ഞ് പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന 1 മണിക്കാണ്, ലഞ്ച് ബ്രേക്കാണ്. 1 മണിക്ക് ലഞ്ച് ബ്രേക്കിന് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ചോറും മീൻകറിയാണ് ഉള്ളത്. അതുകൂട്ടി നന്നായിട്ട് ലഞ്ചെല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ കഫ്തീരിയയിൽ നല്ല അടിപൊളി സുഖിയൻ ഇരിപ്പുണ്ടായിരുന്നു. മീൻകറിക്ക് കുറച്ച് എരിവുണ്ടായിരുന്നു, അതുകൊണ്ടൊരു സുഖിയൻ കൂടെ മേടിച്ച് കഴിച്ചേ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല അടിപൊളി സുഖിയനായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ വർക്ക് തുടങ്ങി കേട്ടോ. വർക്ക് തുടങ്ങി കഴിഞ്ഞ് പിന്നെ അടുത്ത ബ്രേക്ക് നമുക്ക് ചായ കുടിക്കാനുള്ള ബ്രേക്കാണ്. ചായ കുടിക്കാനായി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ചായ കുടി എല്ലാം കഴിഞ്ഞ് 5 മണിയായപ്പോഴേക്കും ഡ്യൂട്ടിയും കഴിഞ്ഞു കേട്ടോ. ഇത് തിരിച്ച് പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഇത് ബെനിയാസ് എന്ന സ്ഥലമാണ് അബുദാബിയിലുള്ളത്. അപ്പോൾ 6 മണിയായപ്പോഴേക്കും ഞാൻ സ്റ്റോപ്പിലെത്തി. അപ്പോഴേക്കും വൈഫ് വന്ന് ഞങ്ങൾക്ക് ഇന്ന് അവിടെ വേറെ സ്ഥലം വരെ പോകണമായിരുന്നു. ഒന്നുമല്ല, കുഞ്ഞിന് വേണ്ടി ഒരു ഡേ കെയർ തപ്പി പോവുകയാണ്. അപ്പോൾ ഷാബിയ 10 ഒരു ഡേ കെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലണേ, കാരണം കുഞ്ഞ് ഞങ്ങളെ നോക്കി ഇരിക്കുവാണ്. ചെന്നപ്പോഴേക്കും അമ്മ അവളെ എടുത്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ ഫ്രഷായി വന്നതിന് ശേഷം നേരെ അവളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. കാരണം കുഞ്ഞ് ഫുൾ ടൈം റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അവളെയും കൊണ്ട് പുറത്ത് പോകാറുണ്ട്. കാരണം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം സമാധാനത്തോടെ നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നോളും കേട്ടോ. ആൾ കരയൊന്നുമില്ല. അപ്പോൾ കാഴ്ചയെല്ലാം കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരെ അവളെ ഞാൻ റൂമിലേക്കാക്കി. അങ്ങനെ ടൈം ഏകദേശം നൈറ്റ് 8 മണിയായിട്ടുണ്ട്. ഇനി ജിമ്മിൽ പോകുന്ന സമയമാണ്. ഒരു ആപ്പിൾ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ എടുക്കുന്ന. ഏതെങ്കിലും ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് പോകുന്നത്. രാത്രി 8 മണിയായാലും പുറത്തൊക്കെ നല്ല ലൈറ്റ് ഉണ്ട്. അങ്ങനെ വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. ട്രെഡ്മില്ലാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കാർഡിയോ വർക്കൗട്ട്സ് ഞാൻ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് ചെറിയ കുറച്ച് വർക്കൗട്ട് മാത്രം ചെയ്ത് ഫിനിഷ് ആക്കുവേ. അങ്ങനെ ഏകദേശം ഒരു 1 അവർ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ തൊട്ടടുത്താണ് ജിം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലെത്തി. വന്നപ്പോഴേക്കും വേദു കിടന്ന് ഉറങ്ങുവാണ്. ഉറങ്ങുന്ന സമയത്താണ് അവളുടെ നഖങ്ങൾ വെട്ടാനും പറ്റത്തുള്ളൂ. നെയിൽസൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നഖങ്ങൾ വെട്ടി സെറ്റാക്കുന്നതിനിടയ്ക്ക് അവൾ എണീക്കുകയും ചെയ്തു. എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആളെ പ്ലേ മാറ്റി കിടത്തി. അത് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഇതാണ് ഡിന്നർ. 2 ഗോതമ്പ് ദോശയാണ്. അമ്മ ഉള്ളതുകൊണ്ട് അമ്മ കൈകൊണ്ട് ഉണ്ടാക്കി തന്ന ഗോതമ്പ് ദോശയാണ്. ഇത് ചെറുപ്പത്തിൽ കുറേ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗോതമ്പ് ദോശയും